ഞാൻ എന്ന് പറയുന്നത് ഇതുണ്ടോ ശരിക്ക്? ഇനി നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ശരിക്ക് ഇതിലുള്ള ഒരു സാധനം പോലും ഞാനല്ല എന്നുള്ളതാണ്. ഈ ദേഹത്തിനെ നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കുക. എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്? ചർമ്മമുണ്ട്, അസ്ഥിയുണ്ട്, മാംസമുണ്ട്, രക്തമുണ്ട്, അങ്ങനെ പലതും. കൊഴുപ്പുണ്ട്, കഫമുണ്ട്, പിത്തമുണ്ട്. ഇതൊക്കെ ഈ ശരീരം, ഇതെല്ലാം കൂടി ചേർന്ന ഒരു മിശ്രിതമാണ് ഈ ശരീരം എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഞാനാണോ? ഇപ്പം നമ്മൾ ഈ ശരീരത്തിനെ അങ്ങോട്ട് ഭാഗിച്ചു എന്ന് വയ്ക്കുക, അതിനെ പാർട്സ് ആക്കി വെച്ചു. എന്നിട്ട് ഈ സ്കിന്ന് മുഴുവൻ എടുത്തിട്ട് ഒരു കവറിലിട്ട് വെച്ചു. അതുപോലെ അസ്ഥി മുഴുവൻ എടുത്ത് ഒരു കവറിലിട്ട് വെച്ചു. അങ്ങനെ ഓരോന്നിനെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഓരോ ബാഗിലാക്കി വെക്കും. ഇത് ഏത് ബാഗിലാണ് ഞാൻ? ഒരു ബാഗിലും അല്ല. എൻ്റെ ത്വക്ക്, എൻ്റെ അസ്ഥി, എൻ്റെ മാംസം, എൻ്റെ രക്തം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. എൻ്റേത് എന്ന് പറയുന്നതൊന്നും ഞാൻ അല്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ ഷർട്ട് എന്ന് പറഞ്ഞ ഈ ഷർട്ട് ഞാനല്ല. എൻ്റെ വീട് എന്ന് പറഞ്ഞ വീട് ഞാനല്ല. എൻ്റെ ശരീരം എന്നാണ് നമ്മൾ പറയാം. ശരീരം ഞാനല്ല. നമ്മളെ ഭാഷയിൽ തന്നെ ഇതുണ്ട്. പക്ഷേ നമ്മളുടെ അജ്ഞാനം, ഞാനല്ലെങ്കിലും ഇത് ഞാനാണ് എന്ന് ബോധിച്ചിരിക്കുന്ന അവസ്ഥ, ഇതിനാണ് അജ്ഞാനം എന്ന് പറയാം. ഇതിലൊന്നുപോലും ഞാനല്ല എന്നുള്ള, ശരീരത്തിൻ്റെ ഒരു വസ്തു പോലും ഞാനല്ല. അപ്പം ഞാനല്ലാത്ത എല്ലാം കൂടി ചേർന്ന് ഒരു സംഘാതം ഉണ്ടാവുമ്പോൾ, ഒരു അസംബ്ലി ഉണ്ടാവുമ്പോൾ അതെങ്ങനെ ഞാനാവും? അത് ഞാനല്ല. പക്ഷെ ഇത് ഞാനാണ് എന്ന അനുഭവം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഈ അന്നമയ കോശം, ഈ കാണപ്പെടുന്ന ശരീരം ഞാനല്ല എന്ന് ബോധിക്കണമെങ്കിൽ ആത്മാവ് എന്താണ്? എപ്പോഴും ഉള്ളത്. ദേഹം എന്താണ്? എപ്പോഴും ഇല്ലാത്തത്. ഇങ്ങനെ ആത്മാവിൻ്റെയും അനാത്മാവിൻ്റെയും ഗുണങ്ങളെ തമ്മിൽ ചേർത്ത് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇത് രണ്ടും ഒന്നാണെങ്കിൽ, എല്ലാ ഗുണങ്ങളും ചേരുന്നുണ്ടെങ്കിൽ രണ്ടും ഒന്നാണ്. അതല്ലെങ്കിൽ അത് വേറെ തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു ചിന്താ പദ്ധതി ഉണ്ട് ഇവിടെ. ഇപ്പം നമ്മളുടെയൊക്കെ ഉള്ളിലുള്ള മാറ്റമില്ലാത്തൊരു വസ്തു, അത് ഞാൻ എന്നൊരു ബോധമാണ്. നമുക്ക് ചെറുപ്പം മുതലേ ഞാൻ ഉണ്ട്, വയസ്സായാലും ഞാൻ ഉണ്ട്. ആ ഞാൻ എന്നതിന് മാറ്റം സംഭവിച്ചിട്ടേ ഇല്ല. ഞാൻ എന്ന അഹങ്കാരമല്ല പറയുന്നത്, അഹങ്കാരത്തിനെയും പ്രകാശിപ്പിക്കുന്ന ഞാൻ എന്ന ബോധം അതെപ്പോഴും ഉണ്ട്. നമ്മൾ നല്ല ഉറക്കത്തിലാണെങ്കിലും ഞാൻ ഉണ്ട്. അല്ലെ, ഞാൻ നന്നായി ഉറങ്ങി എന്ന് പറയണമെങ്കിൽ ഉറക്കത്തിന് സാക്ഷിയായിട്ടൊരു ഞാൻ എപ്പോഴും ഉണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഈ ഞാൻ എപ്പോഴും ഉണ്ട്. കുട്ടിക്കാലം മുതലുള്ള ഞാൻ, യുവാവായ ഞാൻ, പിന്നെ മധ്യവയസ്കനായ ഞാൻ, വാർദ്ധക്യത്തിലെത്തുന്ന ഞാൻ, ഇങ്ങനെ ഞാൻ എപ്പോഴും ഉണ്ട്. പക്ഷെ ശരീരമോ? ശരീരം ജനിക്കുന്നതിന് മുമ്പും മരിച്ചതിന് ശേഷം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ ജനിച്ചതിന് ശേഷം ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇങ്ങനൊരു അവസ്ഥയിൽ കൂടെ ഈ ശരീരം കടന്നു പോകുന്നുണ്ട്. ശരീരം മാറ്റത്തിന് വിധേയമാണ്. പരിണാമം ഉണ്ട്. ഇതിന് വികാരം എന്നാ പറയാം. ഉണ്ടായി, നിലനിന്നു, ക്ഷീണിച്ചു, ഇല്ലാണ്ട്, ഇങ്ങനെ ഒരു യാത്രയുണ്ട് ശരീരത്തിന്. എന്ന് പറഞ്ഞാൽ ശരീരം മാറ്റമുണ്ട്, ആത്മാവ് മാറ്റമില്ല. അതെപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. ദേഹിനോ അസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തര പ്രാപ്തി. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നതാണ്. ഇങ്ങനെ ബാല്യം, കൗമാരം, യൗവനമൊക്കെ മാറി വരുമ്പോഴും ഞാൻ മാറിയിട്ടില്ല. അതുകൊണ്ട് ഇതിനത്ര ദുഃഖിക്കുന്നത്? ഇതാണ് ഭഗവാന്റെ ചോദ്യം. അത് വളരെ സ്വാഭാവികമല്ലേ? പക്ഷെ നമ്മളങ്ങനെയല്ല. നമ്മൾ ദേഹം മാറുമ്പോൾ ഞാൻ മാറി എന്നാ പറയാം. ഇനി ദേഹത്തിൻ്റെ സ്ഥിതി ഒന്ന് നോക്കാം. നന്നായിട്ട് ഭക്ഷണം കഴിച്ചു, അത് തടിക്കും, വയറ് ചാടും, ഉരുണ്ടു, അങ്ങനെ തടിച്ചു വരും. ഭക്ഷണം കഴിച്ചില്ലെങ്കിലോ മെലിഞ്ഞു വരും, ശുഷ്കിച്ചു പോകും. ആത്മാവില്ല. തടിച്ചാലും ഞാനാണ്, മെലിഞ്ഞാലും ഞാനാണ്. ഞാൻ മാറിയിട്ടില്ല. അപ്പോഴും ചെറിയ കുട്ടിയും ഞാനാണ്, വാർദ്ധക്യത്തിലും ഞാനാണ്. രോഗിയാവുമ്പോഴും ഞാനുണ്ട്, ദേഹത്തിന് രോഗം ബാധിക്കുമ്പോൾ. പക്ഷെ ഞാൻ എന്നതിന് രോഗം ബാധിച്ചിട്ടില്ല. അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ദേഹം മാറി നമ്മൾ എങ്ങനെ നോക്കിയാലും ഞാൻ എന്ന ബോധത്തിന് മാറ്റം സംഭവിക്കുന്നേ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ദേഹത്തിൻ്റെ ഒരു ഭാഗം കട്ടായപ്പോൾ, ചിലർക്ക് ആക്സിഡൻറ്റിലാകുമ്പോൾ ശരീരം മുറിഞ്ഞു പോകും, ഇല്ലെങ്കിൽ ചിലപ്പോൾ അസുഖങ്ങൾ വന്നിട്ട് ശരീരത്തിൻ്റെ ഒരു ഭാഗം മുറിക്കേണ്ടി വരും. അപ്പോഴും ഞാൻ എന്നത് മുറിഞ്ഞു പോകുന്നില്ല.
ഞാനെപ്പോഴും ഉണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ ദേഹത്തിന് എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നുണ്ടോ അതൊന്നും ആത്മാവിനെ ബാധിക്കുന്നേയില്ല. ദേഹത്തിൻ്റെ എല്ലാ മാറ്റങ്ങളെയും നമ്മൾ കാണുന്നുമുണ്ട്. എന്ന് പറഞ്ഞാൽ അന്നമയ കോശത്തിൻ്റെ എല്ലാ പരിണാമത്തിനും സാക്ഷിയായിട്ട് ആത്മാവുണ്ട് എന്നുള്ളതാണ്. ദേഹം ആത്മാവ് അല്ല, അന്നമയ കോശം ആത്മാവല്ല എന്നതിൻ്റെ തെളിവാണ് ഈ പറഞ്ഞതൊക്കെ. ഇതൊക്കെ നമ്മൾ നിത്യാനുഭവമാണ്. ഇതിപ്പോൾ ഏത് യുക്തിവാദി നോക്കിയാലും ഏത് നിരീശ്വരവാദി നോക്കിയാലും ഇത് തന്നെയാണ് സത്യം. അല്ല, ഇത് പറയുമ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആ വഴിക്ക് ചിന്തിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചിന്താ പദ്ധതി, ഒരു ശരീരത്തിനെ കണ്ടു, ഈ ശരീരം എന്താണ് നോക്കി, ഈ ശരീരത്തിൻ്റെ മാറ്റം ഞാൻ അറിയുന്നുണ്ടെങ്കിൽ മാറ്റമില്ലാത്ത ഞാൻ അകത്തുണ്ട്, അതെന്താണെന്ന് അന്വേഷിച്ച് ഇങ്ങനെ പോകും. ആ ഞാനാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്നമയ കോശം, നമ്മളുടെ ശരീരത്തിന് പുറത്തുള്ള ആദ്യത്തെ ഈ കോശം അന്നമയ കോശം എന്ന് പറയുക. തൈത്തിരീയ ഉപനിഷത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഉപദേശങ്ങൾ ഈ പഞ്ചകോശ വിവരണമാണ്. ഇത് നമ്മൾ വിവേക ചൂടാമണിയിലും വേദാന്ത സാര സംഗ്രഹത്തിലൊക്കെ ഇത് പഠിക്കും. ഇങ്ങനെ ഈ അദ്വൈത ചിന്ത ഇല്ലേ, വേദാന്ത ചിന്തയിലേക്ക് പോകുന്നവർക്ക് എല്ലാവർക്കും ഇത് പഠിച്ചേ പറ്റൂ. കാരണം ലോകത്തിലെ സകല ദുഃഖങ്ങൾക്കും കാരണം ഈ അന്നമയ കോശം, പിന്നെ ദേഹം, മനസ്സ്, ബുദ്ധി, സംഘാതം, ഇത് മൂന്നുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഇത് മൂന്നും ഞാനല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖ നിവൃത്തി ഉണ്ടാവും. ആത്യന്തികമായ ദുഃഖ നിവൃത്തിയാണ് ഈ നമ്മളെ എന്താ പറയുക ആത്മാന്വേഷണത്തിൻ്റെ ലക്ഷ്യം തന്നെ. എങ്ങനെ ദുഃഖമില്ലാതെ ജീവിക്കാം എന്നുള്ളതാണ്. അതിനുവേണ്ടി സയൻസ് കുറേ കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിച്ചു, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, കുറേ സുഖസൗകര്യങ്ങളുണ്ടാക്കി. പക്ഷേ മനുഷ്യൻ്റെ ദുഃഖ നിവൃത്തി ഉണ്ടായിട്ടില്ല. അവിടെ ദുഃഖം കൂടിയിട്ടുള്ളൂ. ഒന്നല്ലെങ്കിൽ ഒന്ന് പ്രശ്നം. പുതിയ ഒരു സംഗതി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പുതിയൊരു പ്രശ്നം എപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ തരുന്നതിൽ നിന്ന് മാറി നിൽക്കുക എന്ന് മാത്രമേ അതിന് ഉപായമുള്ളൂ. എന്ന് പറഞ്ഞാൽ ദാർശനികമായ തലത്തിൽ ഒരു ജീവിതം ഉണ്ടെങ്കിൽ ദുഃഖ നിവൃത്തിയോടുകൂടി ജീവിക്കാം. ആ തലത്തിലുള്ള ജീവിതത്തിൽ നമ്മൾ വേദാന്ത ചിന്താസരണി, വേദാന്ത ചിന്തയിലൂടെ തത്വങ്ങളെ മനസ്സിലാക്കി ഞാൻ വേറെ, ഞാൻ എൻ്റേത് എന്ന് കരുതുന്നത് ശരിക്കും ഞാനല്ല. അത് കാരണം അതിൻ്റെ പ്രശ്നങ്ങൾ, ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ എൻ്റെ പ്രശ്നമായി കാണുന്നു. അതാണ് എൻ്റെ പ്രശ്നം. ദേഹം വെയിലത്ത് നമ്മൾ ഇറങ്ങി കുറച്ച് നടന്നു, കറുത്ത് കഴിഞ്ഞു. ശരീരം കറുത്തു എന്ന് പറയില്ല, ഞാൻ കറുത്തുപോയി എന്ന് പറയാം. ഞാൻ കറുത്തിട്ടില്ല എപ്പോഴും. അല്ലെങ്കിൽ ഇതന്നെ പലർക്കില്ല, ഞാൻ കറുത്തവനാണ്, ഞാൻ വെളുത്തവനാണ്. അപ്പോൾ വെളുത്തതിനാണ് സൗന്ദര്യം പറയുമ്പോൾ എന്താ, വെളുക്കാനുള്ള കുറേ ക്രീം വാരിത്തേക്കും. ഇതൊക്കെയാണ് ബിസിനസ് തന്ത്രങ്ങൾ അല്ലേ. ശരിക്ക് നമ്മൾ ഈ ദേഹം എനിക്ക് ഈ പ്രാരബ്ധം അനുഭവിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിതിന്നൊക്കെ മാറി നിൽക്കാൻ പറ്റും. നിമിത്ത മാത്രം ഭവ സവ്യസാചി എന്ന് പറയുന്നത് ഭഗവാൻ തന്നെ. നീ ഒരു ഉപകരണമായിട്ട് നിൽക്കും. ആത്മാവിന് പ്രകടമാകാനുള്ള ഒരു ഉപകരണമാണ്, പ്രാരബ്ധത്തിലൂടെ കടന്നു പോകാനുള്ള ഉപകരണമാണ് ഞാൻ എന്ന് ഞാൻ വിചാരിക്കുന്ന ഈ ദേഹം. അത് കാരണം ഈ ദേഹം ഞാൻ അല്ല, യഥാർത്ഥത്തിൽ ഞാനല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം.